വാർത്തകൾ വിശദമായി. ആലുവ മൂന്നാർ പഴയ രാജപാത ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. പൂയംകുട്ടിയിലെ ജനകീയ പ്രക്ഷോഭവും മാർ പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള കേസും അദ്ദേഹം പരാമർശിച്ചു. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാട്ടുനീതിയാണ് നടപ്പാക്കുന്നത്. നീതിയുക്തമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരും നിർദ്ദേശം നൽകണമെന്നും MP ആവശ്യപ്പെട്ടു. പഴയ ആലുവ മൂന്നാർ രാജപാതയുമായി ബന്ധപ്പെട്ട വിഷയം ഡീൻ കുര്യാക്കോസ് MP ലോക്സഭയിലെ ശൂന്യവേളയിലാണ് ഉന്നയിച്ചത്. റോഡ് അടച്ചിട്ടിരിക്കുന്നത് യാതൊരു കാരണവുമില്ലാതെയാണെന്ന് MP പറഞ്ഞു. റോഡിന്റെ ഉടമസ്ഥാവകാശം വനംവകുപ്പിനല്ല, പൊതുമരാമത്ത് വകുപ്പിനാണ്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരള സർക്കാർ കാട്ടുനീതിയാണ് നടപ്പാക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. Our demand was reopening Aluva Munnar road. It is the shortest way from our side, from Kodamangalam side to Munnar. But that road completely blocked by forest department without any reason, without any another serious reason. They blocked the transportation completely, and we demanded the reopening of that road. The issue about 11.5 kilometers in between Puyankutti and Perumankuth, and forest department doesn't allow the transportation. മാർ ജോർജ് പുന്നക്കോട്ടിലും ജനപ്രതിനിധികളും വിവിധ സമുദായ നേതാക്കളും ഉൾപ്പെടെ 3000-ലധികം ജനങ്ങൾ പങ്കെടുത്ത സമരമാണ് പൂയംകുട്ടിയിൽ നടന്നത്. മാർ പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. വനം വകുപ്പിനെ കയറൂരിവിട്ട് കാട്ടുനീതി നടപ്പാക്കാൻ അനുവദിക്കരുത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും MP ആവശ്യപ്പെട്ടു. And forest department doesn't allow the transportation there. Sir, we conduct the agitation with the spiritual leaders also. The Bishop Emeritus, 89 years old man, Mar George Punnakotil also participated in that agitation, and other various communities of people have agitated. Around 3,000 people assembled there. Forest department took unnecessary baseless cases against me. I have no problem about the forest case or about a police case, but they are taking cases against the common people as well as the spiritual leaders, and also against the people. We can't tolerate this kind of attitude. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ നേരിൽ കണ്ട് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതായും MP പറഞ്ഞു. വനം വകുപ്പ് അന്യായമായി കേസെടുത്ത കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും MP പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.